മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മുണ്ടക്കൈ ദുരന്തബാധിതർക്കായുള്ള സർക്കാർ ടൗൺഷിപ്പിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. 260 വീടുകളുടെ വാർപ്പ് ഇതിനോടകം പൂർത്തിയായി. ഫെബ്രുവരിയിൽ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഉണ്ടാകും. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 400-ലധികം വീടുകളാണ് ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്നത്. വാർപ്പ് പൂർത്തിയായതുൾപ്പെടെ 332 വീടിന് അടിത്തറ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ ഗുണഭോക്തൃ കുടുംബങ്ങൾക്ക് കൈമാറാൻ കഴിയുന്ന തരത്തിലാണ് ടൗൺഷിപ്പിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള വീടുകൾ, കളിസ്ഥലങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി ഉൾപ്പെടെ ടൗൺഷിപ്പിലുണ്ടാകും. മാർക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ വാട്ടർ റിസർവയർ ഉണ്ട്, റോഡുകളുണ്ട്, ഇങ്ങനെ ഇന്റർലോക്ക് പേയ്മെന്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ലോകത്തിന് മാതൃകയായിട്ടുള്ള മൈക്രോ പ്ലാൻ പദ്ധതി വഴി ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം തൊഴിലുമുണ്ട്. ഇതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5 സോണിലായുള്ള 35 ക്ലസ്റ്ററുകളുള്ള റോഡ് വെട്ടലും പൂർത്തിയായി. 9 ലക്ഷം ലിറ്റർ ശേഷിയുള്ള കുടിവെള്ള സംഭരണി, 10 സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഭൂഗർഭ വൈദ്യുത ശൃംഖല, ഓവുചാൽ തുടങ്ങിയവയുടെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ്. മീഡിയ 1 വയനാട്.